എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം. ദൈവകൃപ കൊണ്ട് നമ്മൾ ഫെബ്രുവരി മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിലേക്ക് നമ്മൾക്ക് കടന്നു വരാൻ കർത്താവ് കൃപ തന്നു. ഈ വർഷത്തിൻ്റെ 2 മാസങ്ങളും കർത്താവ് നമുക്ക് വിശ്വസ്തനായിരുന്നു. കർത്താവിലുള്ള ധൈര്യമാണ് നമ്മുടെ മുന്നേറ്റം. കർത്താവിലുള്ള പ്രത്യാശയാണ് ഏക പ്രത്യാശ. കർത്താവിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. അതുകൊണ്ട് കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കാൻ നാം പഠിക്കണം. കർത്താവ് ആരാണെന്നറിയണം, കർത്താവിൻ്റെ അമിത ബലം. ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ കർത്താവിൻ്റെ അമിത ബലത്തെ നമുക്ക് കാണാം. ഫറവോ എന്ന ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ പൂട്ടിക്കെട്ടിയപ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി കർത്താവ് വലിയവനാണ്. അതുപോലെ ഓരോ ചരിത്രങ്ങളും, ചെങ്കടൽ 2ആക്കി, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അറിയാം ദൈവം വലിയവനാണ്, ബലവാനാണ്. അപ്പോൾ കർത്താവിൻ്റെ അമിത ബലം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയും. എഫേസ്യർ 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും. അമിത ബലം അറിയണ്ടേ? കർത്താവിൻ്റെ അമിത ബലം അറിയണമെങ്കിൽ വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കാത്ത ആർക്കും കർത്താവിൻ്റെ അമിത ബലം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനവുമായി നിങ്ങൾ വെറുതെ പ്രാർത്ഥനയോടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. ദൈവം ആരാണ്, കർത്താവ് ആരാണ്, കർത്താവിൻ്റെ അമിത ബലം എന്താണ് എന്ന് അറിഞ്ഞ് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് വലിയ ജയങ്ങൾ കാണാൻ കഴിയും. യേശു കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ചേർന്ന് പാടി ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല.
ശക്തനായി മാറ്റിയിടണേ. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശുവേ, നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We worship you. Hallelujah, 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 hallelujah. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥന ദൈവദൂതന്മാരെ പ്രവർത്തന നിരതരാക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് യേശു കർത്താവ് തൻ്റെ ദൂതന്മാരെ പറഞ്ഞയക്കും. അതിൻ്റെ ചരിത്ര തെളിവാണ് അപ്പോസ്തല പ്രവൃത്തി 12 കാണുന്ന ഒരു ചരിത്രം. അതായത് ഇങ്ങനെയാണത് തുടങ്ങുന്നത്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആ കാലത്ത് ഒരു രാജ്യത്തിൻ്റെ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. ആരാണ് സഭയിൽ ചിലർ? വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കുന്നവരെ പീഡിപ്പിക്കേണ്ടതിന്, വിശ്വാസത്തിൽ അപ്പോസ്തലന്മാരായിട്ടുള്ളവരെ പീഡിപ്പിക്കേണ്ടതിന്, യേശുവിനെ സാക്ഷീകരിക്കുന്നവരെ പീഡിപ്പിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നവരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. എപ്പോഴും ഓർക്കണം, നാം വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, പിശാചിന് മൊത്തമായിട്ടറിയാം അവൻ്റെ പദ്ധതികളെ തകിടം മറിക്കുന്നതാണ് നമ്മുടെ പദ്ധതി. നമ്മുടെ പദ്ധതിയല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അവർക്ക് അവരുടേതായ ഒരു പദ്ധതിയുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് സ്വന്തം പദ്ധതികളില്ല. എത്ര പേര് അതിന് ആമേൻ പറയും? ഒന്നുകൂടി പറയാം, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും അവർക്ക് അവരുടേതായ പദ്ധതിയുണ്ട്. ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലിയ വിമാന കമ്പനിയും കാർ കമ്പനിയൊക്കെ ഉള്ളവർ അവരുടെ അടുത്ത പദ്ധതി ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ
ജനങ്ങളെ കൊണ്ടുപോയി പാർപ്പിക്കണം. അതിനു വേണ്ട സംവിധാനങ്ങൾ, ആരാണ് അതിനുള്ള റോക്കറ്റും താമസ സൗകര്യത്തിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നത്? അവർ കോടികൾ സമ്പാദിക്കും. ഇനി നടക്കാൻ പോകുന്ന വലിയ ബിസിനസ് അതാണ്. അവർക്ക് അവരുടേതായ ഒരു പദ്ധതിയുണ്ട്. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ ചിന്തിക്കുന്ന പോലുമില്ല? ഒന്നാമത്തെ കാര്യം, ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ പ്രാപ്തി ഏകദേശം അത്രയാണ്. 2, നമ്മെ ദൈവം ആ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല. 3, നമുക്ക് ദൈവം വലിയ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിലുള്ള നമ്മൾ കർത്താവിൻ്റെ വേലയിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിച്ചാൽ മതി. അങ്ങനെ പോകുമ്പോൾ പിശാചിനറിയാം ഇവർ ഭൂമിയെ കീഴ്മേൽ മറിക്കും. ചന്ദ്രനിലേക്ക് ആൾക്കാരെ വിടാനും സൂര്യനിലേക്ക് ആൾക്കാരെ വിടാനും ഒക്കെ നോക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ പദ്ധതികൾ പരാജയപ്പെടും എന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ട് അവരുടെ പദ്ധതികളൊന്നും ശ്രേഷ്ഠമാകാതെ പോകുന്നില്ല. ഈ ഭൂമിയിൽ അത് ശ്രേഷ്ഠമാണ്. ആ പദ്ധതി ഇടുന്നവർക്കെല്ലാം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ചന്ദ്രനിലേക്കും മറ്റു പല ഗ്രഹങ്ങളിലേക്കും ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ മലയാളികളായ ചില ആൾക്കാർ, ശാസ്ത്രജ്ഞന്മാർ പദ്ധതി ഇട്ടെന്നാണ് പറയുന്നത്. എന്താണ്, നമുക്കും എവിടെയെങ്കിലും പോകണ്ടേ? അങ്ങനെ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ ഒരു അച്ചായനുണ്ടായിരുന്നു. അച്ചായൻ പറഞ്ഞു, നമുക്ക് സൂര്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിക്കണമെങ്കിൽ സൂര്യനിലേക്ക് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു, അതെങ്ങനെ നടക്കും? ഭയങ്കര ചൂടല്ലേ, എങ്ങനെ അവിടെ ചെല്ലും? അപ്പോൾ മലയാളി ശാസ്ത്രജ്ഞൻ പറഞ്ഞെന്നാ പറയുന്നത്, നമുക്ക് രാത്രി പോകാമെന്ന്. രാത്രി പോയാൽ വലിയ ചൂടില്ലല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷകൾ വെച്ച് മുന്നോട്ട് പോകുന്നത് അവരവരുടെ പദ്ധതികളാണ്. എന്നാൽ ഭൂമിയിൽ സ്വന്തം പദ്ധതികളില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ദൈവസഭയാണ്. കാരണം ഈ സഭയുടെ അധ്യക്ഷനൊരു പദ്ധതിയുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കുകയില്ല. അപ്പോൾ സഭ വളരണം, സഭ പണിയപ്പെടണം, പിശാചിൻ്റെ പദ്ധതികൾ തകരണം, പിശാച് സഭയുടെ കാലിൻ്റെ കീഴെ വരണം. റോമലേഖനം ഏറ്റവും ഒടുവിലെത്തിയ അധ്യായത്തിൽ 16 സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാലിൻ്റെ കീഴെ ചതച്ചു കളയും. ദൈവത്തിൻ്റെ പദ്ധതികൾ, ആ പദ്ധതിയാണ് നമ്മുടെ പദ്ധതി. നമ്മുടെ പദ്ധതിയും ദൈവത്തിൻ്റെ പദ്ധതിയും ഒന്നായി മാറുന്നത് കൊണ്ട് ദൈവം പരാജയപ്പെടാത്തതുപോലെ തന്നെ നമുക്കും പരാജയപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നുള്ള സ്വന്തം പദ്ധതികളും പ്രയത്നങ്ങളും വേണ്ടെന്ന് വെക്കാൻ എത്ര പേർ തയ്യാറാണ്? അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകുന്നവർ അത്ഭുതങ്ങളെ കാണും, അതിശയങ്ങളെ കാണും, വിടുതലുകളെ കാണും. അവർ അനുഗ്രഹിക്കപ്പെടും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്ന് വരെ ഇല്ലാത്ത വലിയ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ നിൽക്കുന്ന പത്രോസിന് വേണ്ടി ആ ജയിലിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചതാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 സേവകരുള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഒരു പഴുതുമില്ല രക്ഷപ്പെടാൻ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ഇങ്ങനെ രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലാതെ 24 മണിക്കൂറും പോലീസ്, അദ്ദേഹത്തിൻ്റെ പോലീസുമാരുടെ കയ്യിൽ ചങ്ങല, ആ ചങ്ങലയുടെ അറ്റം പത്രോസിൻ്റെ കയ്യിൽ. അങ്ങനെ പോലീസും പത്രോസും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. പത്രോസ് ഒന്ന് അനങ്ങിയാൽ ഇവരറിയും. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇവർ കിടക്കുന്നു. എന്നാൽ 6-ാം
വാക്യം, ഹെരോദാവ് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അങ്ങനെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ദൂതനാണ് കാര്യങ്ങളെല്ലാം പ്രോഗ്രാം ചെയ്യുന്നത്. നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് നിരന്തര പ്രാർത്ഥന ഒരു വിടുതലിൻ്റെ സന്ദേശം ആയി, ഒരു വിടുതലിൻ്റെ ദൂതനെ ഈ ഭൂമിയിലേക്ക് അയച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൂതന്മാർ എന്തെല്ലാം ചെയ്യും, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏത് തടവറയിലും ദൂതനെ വരുവാൻ കഴിയും. ദൂതന്മാർക്കുള്ള പ്രത്യേകതകൾ അറിഞ്ഞാൽ നാം നിരന്തരമായ പ്രാർത്ഥനയെ വീണ്ടും തുടരും. കാരണം അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൂതന്മാർ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ദൂതന്മാർ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. ഏത് തടവറയിലും ദൂതന്മാർക്ക് വരുവാൻ കഴിയും. അറിയണം, നമ്മൾ ആയിരിക്കുന്ന ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്തും ദൂതന്മാർ വരും. പ്രത്യേകിച്ച് വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്കെല്ലാം അറിയാം, ആരെയും, സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെയോ ആരെയും അടുക്കുവാൻ ഡോക്ടർമാർ അനുവദിക്കാത്ത, ഇൻഫെക്ഷൻ ആകും എന്നൊക്കെ പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഓർക്കുമോ, ഞങ്ങൾ കാരണം ആർക്കും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകരുത്. അങ്ങനെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നൊരു സമയമാണ് വെന്റിലേറ്റർ. ആർക്കും അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. ചെന്നാൽ എത്രയോ വേണ്ടപ്പെട്ടവർക്ക് 1 മിനിറ്റ്. ഇതുപോലത്തെ ഒരവസ്ഥയാണ് വെന്റിലേറ്റർ. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഏത് വലിയ തടവറയിലും ദൂതന്മാർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ആർക്കും ചെല്ലാൻ കഴിയാത്തിടത്തേക്ക് പ്രാർത്ഥനയുടെ മറുപടിയായി ദൂതൻ ഇറങ്ങി വരും. നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിദേശത്തുള്ള മോളുടെ ആവശ്യത്തിൽ ഒരു ദൂതൻ കടന്നു പോകാൻ മതിയായവനെന്ന് ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ വിശ്വസിക്കണം. ദൂതന്മാർ അവർ കടന്നുപോയി കാര്യങ്ങളെ ചെയ്തിരിക്കും. 2, അടുത്തിരിക്കുന്ന പടയാളികൾ അറിയാതെ സംസാരിക്കുവാൻ കഴിയും. അടുത്തിരിക്കുന്ന പടയാളികൾ അറിയാതെ, അതായത് പത്രോസെ വേഗം എഴുന്നേൽക്ക്, അരകെട്ടി ചെരിപ്പിട്ട് മുറുക്ക്. നമുക്കൊന്നത് വായിക്കാം. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് എന്തെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ 8-ാം വാക്യത്തിൽ ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക. അരകെട്ടുക, ചെരിപ്പിട്ട് മുറുക്കുക. അതായത് ദൂതൻ ഇറങ്ങിയാൽ പിന്നെ കിടക്കുന്ന സ്ഥലം മറന്നേക്കോ, ആ സ്ഥലത്തെക്കുറിച്ച് ഇനി നീ ചിന്തിക്കേണ്ട. അടുത്തത് ചെരിപ്പിട്ട് മുറുക്കുക. ദൂതൻ ഇറങ്ങിയാൽ നിനക്ക് ദൂരെ യാത്രയുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവിൻ്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഏലിയാവേ നിനക്ക് ദൂരെ യാത്രയുണ്ട്. ഇതറിയുന്ന ഓരോ വ്യക്തികളും അറിയണം, നമുക്ക് ഓരോരുത്തർക്കും ദൂരെ യാത്രയുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ സത്യം അറിയണം, നമുക്ക് ദൂരെ യാത്രയുണ്ട്. ഏത് തടവറകളെയും ദൂതന്മാർക്ക് സന്ദർശിക്കുവാൻ കഴിയും. 2, അടുത്തിരിക്കുന്ന പടയാളികൾ അറിയാതെ സംസാരിക്കുവാൻ കഴിയും. അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന പടയാളികൾ പോലും അറിയാതെ അവർക്ക് ഗാഢനിദ്ര കൊടുത്തുകൊണ്ട് പത്രോസിനെ മുഴുവനുമായിട്ട് എഴുന്നേൽപ്പിക്കുവാൻ ഈ ദൈവദൂതന് അധികാരമുണ്ട്. ഈ ദൂതന്റെ മുൻപിൽ തിന്മകളെല്ലാം കണ്ണടഞ്ഞു പോവുകയും നന്മകളുടെ കണ്ണുകൾ തുറന്നു വരികയും ചെയ്യും. ഇത് കേൾക്കുന്ന ആരെങ്കിലും
ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുവാനും കഴിയുന്ന ഒരു ദൂതൻ ഇറങ്ങി വരാൻ കാത്തിരിക്കുന്നു എന്ന സത്യം അറിഞ്ഞാൽ നിരന്തരമായ പ്രാർത്ഥന നമ്മൾ തുടരുക തന്നെ ചെയ്യും. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.